ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ രണ്ടും കൽപ്പിച്ചൊരു മുന്തിരി നട്ടു. അത് പിന്നെ നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ കൃഷിക്കകത്ത് ഞാൻ എങ്ങനെ ഒരു മുന്തിരി കാണിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങളെ ഈ മുന്തിരി കൃഷി നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുവരെ എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു മുന്തിരിയുടെ കൃഷിയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ, എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കെല്ലാവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ പിടിക്കാത്തതായിട്ട് ഒന്നുമില്ല. എല്ലാം നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് നമ്മുടെ പറമ്പിലോ ഗ്രോ ബാഗിനകത്തോ നമ്മുടെ മുറ്റത്ത് ടെറസിൽ ഒക്കെ എല്ലാം നമുക്ക് പിടിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ പെരുംജീരകത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല പിന്നെ ഒരു ഫീഡ്ബാക്കാണ് നമുക്ക് കിട്ടിയത്. എല്ലാവരും കുറേ പേരത് കണ്ടു. ഫേസ്ബുക്കിനകത്താണെന്നുണ്ടെങ്കിലും അപ്പോൾ യൂട്യൂബിനകത്താണെന്നുണ്ടെങ്കിലും എല്ലാവരും കുറേ പേര് കണ്ട് നല്ല കമൻസുകളും ഒക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാവരും എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് നമുക്ക് ഒരുപാട് വിളവെടുപ്പിനൊന്നും വേണ്ടിയിട്ടല്ല, അതിൻ്റെ വളർച്ചകളും രീതികളും അതെങ്ങനെയാണ് വളരുന്നതെന്നും ഭൂമിക്ക് മേളിലാണോ അടിയിലാണോ അതിൻ്റെ ഇലകൾ മണങ്ങൾ എല്ലാം ഒന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ആണ് നമ്മളിതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അല്ലാതെ നമുക്ക് ഒരുപാട് പെരുംജീരകം അല്ലെങ്കിൽ ഒരുപാട് കടുക് അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതല്ല. വീട്ടിലിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇതെല്ലാം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കുമ്പോഴാണ് ഇതെല്ലാം അവരുടെ പിന്നെ ബ്രെയിനിലോട്ട് ഇതെല്ലാം ഒന്ന് ചെല്ലുന്നത് അല്ലേ. അപ്പം നമുക്ക് വലിയവർക്കാണെങ്കിൽ പോലും ഈ പെരുംജീരകത്തിൻ്റെ ചെടി കടുകിൻ്റെ ചെടിയൊന്നും അറിയാത്ത കുറേ പേരുണ്ടായിരുന്നു. ക്യാരറ്റ്, ബീട്രൂട്ട് ഇതൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഇതൊക്കെ സ്വയമായിട്ട് ചെയ്യുന്നതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു അറിവ് പകർന്നു കൊടുക്കാനായിട്ട് പേരൻസിന് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മുന്തിരി കൃഷി നമുക്കൊന്ന് കണ്ടിട്ട് വരാം, എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇനി ഓണകാലമൊക്കെ അടുത്ത് വരികയാണ്. അപ്പോൾ എല്ലാവർക്കും കൃഷി ചെയ്തേ മതിയാകും. അപ്പം വിഷമില്ലാത്ത പച്ചക്കറികളൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ കൃഷി ചെയ്തെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വിത്തുകളോ ഗ്രോ ബാഗുകളോ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ theminislifestyle.com ഒന്ന് വിസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഓർഡർ ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ വിത്തുകളും ഗ്രോ ബാഗുകളും ഒക്കെ നിങ്ങളുടെ വീട്ടുപടിക്ക് തന്നെ എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഇത്രയും നാൾ ഞാൻ മുന്തിരി കാണിക്കാതിരുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ മുന്തിരി നട്ട രീതിയൊന്നും ഇതിനകത്ത് എനിക്ക് കാണിക്കാൻ പറ്റില്ല, ഉൾപ്പെടുത്താനായിട്ട് സാധിച്ചില്ല. അപ്പോൾ നഴ്സറിയിൽ ഒരു തൈ വന്നിട്ട് അത് വാങ്ങിച്ചിട്ട് ഒന്ന് നട്ട് കാണിക്കാമെന്ന് കരുതിയിട്ട് നഴ്സറിയിൽ, നമ്മുടെ അടുത്തുള്ള നഴ്സറിയിലും ഇപ്പം മുന്തിരിയുടെ തൈയൊന്നും വരുന്നില്ല. കാരണം ഈ ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് വണ്ടിയൊക്കെ വരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടൊക്കെ അവിടെ ഒരു സാധനവും വരുന്നില്ല. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഞാൻ നട്ടതെന്നുള്ള വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം നിങ്ങളും ഇതേപോലെ നട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ പിന്നെ നമ്മുടെ ഈ കമൻറ്റ് ബോക്സിലൊന്ന് ഷെയർ ചെയ്താൽ നമുക്ക് വളരെയധികം പ്രയോജനപ്പെടുന്നതായിരിക്കും. അപ്പം നമുക്ക് നോക്കിയാലോ. ഇപ്പം ഞാൻ നട്ടിരിക്കുന്ന മുന്തിരി ഇതാണ്. ഈ മുന്തിരി 3ാമത്തെ സ്ഥലത്താണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ ആദ്യം ഞാനൊരു കുഴിയെടുത്ത് ഒരു ഈസി മട്ടിലായിരുന്നു മുന്തിരി കൊണ്ട് നട്ടത്. കാരണം അതിനകത്ത് അടിവളമായിട്ടൊന്നും ഞാനൊന്നും കൊടുത്തൊന്നുമില്ലായിരുന്നു. അത് എനിക്കറിയത്തില്ലായിരുന്നു എങ്ങനെയൊക്കെ നടണമെന്നുള്ളത്. ഞാനങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്തില്ല, കൊണ്ടുവന്ന് അങ്ങ് നട്ടു. പക്ഷേങ്കിൽ അത് പിന്നെ ഇലയൊന്നും ചീഞ്ഞു പോകാതെ കുറേ നാളവിടെ നിന്നു. പക്ഷേ വളർച്ചയൊന്നുമില്ലായിരുന്നു, മുരടിച്ചങ്ങനെ നിൽക്കുമായിരുന്നു. പിന്നെ ആ സ്ഥലത്തുനിന്ന് ഞാനങ്ങ് മാറ്റിയിട്ട് എന്താണെന്ന് പറയുമ്പോൾ ഒരു ബക്കറ്റിനകത്തോട്ടാക്കി വെച്ചു. ഒരു ബക്കറ്റിനകത്തെന്ന് വെച്ചാൽ പിന്നെ ഒരു ഇച്ചിരി അത്യാവശ്യം വലിപ്പമുള്ളതായിരുന്നു. അതിനകത്തും വെച്ചിട്ടും എനിക്ക് നല്ല റിസൾട്ടൊന്നും കിട്ടിയില്ല. എന്നാലും അതിൻ്റെ ഇലയൊന്നും ചത്തു പോകാതെ അതിൻ്റെ തണ്ടുകൾക്കൊക്കെ നല്ല ജീവനും ഉഷാറും ഒക്കെ ഉണ്ടായിരുന്നു. എങ്കിലും അത് പടർന്നു കയറാത്തതുകൊണ്ട് വീണ്ടും ഞാൻ അതിനെ എടുത്ത് അവിടെ നിന്നും എടുത്തിട്ട് 3ാമത് ഈ സ്ഥലത്ത് കൊണ്ടുവന്ന് നട്ടു. ഇപ്പോൾ ഇവിടെയാണ് ഇത് നിൽക്കുന്നത്. ഇതെന്ന് വെച്ചാൽ ഞാൻ ഈ തറയെന്ന് വെച്ചാൽ ഇവിടെ നല്ലതുപോലെ കിളച്ച് മറിച്ചിട്ട് അതിനകത്ത് അടിവളമായിട്ട് ചാണകവും കമ്പോസ്റ്റും എൻ്റെ കയ്യിലുണ്ടായിരുന്ന വളമൊക്കെ ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുത്തു. നല്ല ഒരു കുഴി എടുത്തിട്ട് ഒരു 1.5 അടി താഴ്ചയെങ്കിലും ഉള്ള ഒരു കുഴിക്കകത്ത് വേണം നമ്മൾ ഈ മുന്തിരിയുടെ കമ്പ് 1.5 അടി താഴ്ചയുള്ള ഒരു കുഴിക്കകത്ത് വേണം നമ്മളിതൊക്കെ ചെയ്യാനായിട്ട്. അതിനകത്തോട്ട് ഞാൻ ആ തൈ അങ്ങ് വെച്ചു. എന്നിട്ട് നല്ലതുപോലെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണം. നല്ലതുപോലെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ അത് നല്ലതുപോലെ വളർന്നൊക്കെ വരുള്ളൂ. ഇപ്പം നമ്മൾ നടുമ്പഴിച്ച് വേപ്പൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്കൊക്കെ അതിൻ്റെ ചുവട്ടെല്ലാം അടിവളമായിട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഓരോ മാസവും നമ്മളിതിനകത്ത് വളമിട്ട് കൊടുത്താൽ നല്ല രീതിയിൽ തഴപ്പോടുകൂടി ഇത് വളർന്നു വരും. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വരുന്നതായ ഈ ഓരോ ബ്രാഞ്ചസൊക്കെ ഉണ്ടല്ലോ, ഈ ബ്രാഞ്ചുകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റണമെന്നാണ് പറയുന്നത്. ഈ ഇടയ്ക്കൂടെ കയറി വരുന്നതായ ബ്രാഞ്ചുകളൊക്കെ കട്ട് ചെയ്ത് മാറ്റണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും താഴ്ന്ന ബ്രാഞ്ചൊന്നും വേണ്ട, ഇത് ഞാൻ കട്ട് ചെയ്തിട്ടില്ല. അത് ഇങ്ങനെ വളർന്ന് ഇവിടം വരെ ഇങ്ങനെ നിൽക്കുന്നേ ഉള്ളൂ. ഇതിനെയൊക്കെ കട്ട് ചെയ്ത് മാറ്റണം. ഇവിടെ നിന്ന് വളർന്ന് ഇവിടം വരെ ആയതേ ഉള്ളൂ. അതിനെ കട്ട് ചെയ്ത് മാറ്റണം. മെയിനായിട്ടുള്ള കമ്പനിയെ മാത്രം നമുക്ക് വളർത്തിക്കൊണ്ട് വന്നാൽ മതി. കണ്ടില്ലേ ഇങ്ങനെ വളർന്ന് വരുന്നത്. അപ്പോൾ അതിനകത്ത് ബ്രാഞ്ചസൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പന്തലിൽ കയറ്റിയിട്ട് നമുക്ക് ബ്രാഞ്ചസൊക്കെ വരുന്നുണ്ട്, കുഴപ്പമില്ല. താഴെയുള്ളതായ ബ്രാഞ്ചസൊക്കെ നമ്മൾ വെട്ടിമാറ്റി കളയണം. എങ്കിൽ മാത്രമേ ഇത് നല്ല രീതിയിൽ പടർന്ന് മുകളിലോട്ട് കയറി അതിനകത്ത് പൂവും കായും ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കത് പൂവും കായും ഒന്നും ഉണ്ടാകാനുള്ള സമയമായിട്ടില്ല. 1 വർഷമൊക്കെ പിടിക്കുമെന്നാണ് പറയുന്നത്. കായൊക്കെ ഉണ്ടാകാനായിട്ട്, പൂത്തൊക്കെ കാണിക്കാനായിട്ട്. ഇപ്പോൾ ഇതാണ്ട് വളർന്ന് ഇവിടം വരെ എത്തിയിട്ടുണ്ട്.
അതിങ്ങനെ പോയിട്ട് ഇങ്ങനെ വരുന്നുണ്ടോ, ഇവിടം വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടം വരെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇത് പടർത്തിരിക്കുന്നത് നമ്മുടെ 1.5 മീറ്റർ പയർ പടർത്തിയിരുന്ന പന്തലിനകത്താണ് പടർത്തിരിക്കുന്നത്. അപ്പോൾ ആ പന്തലിനകത്തൊന്നും നിൽക്കത്തില്ല കേട്ടോ. ഇതിപ്പം വർഷങ്ങളോളം നിൽക്കുന്ന ഒരു ചെടിയാണ് ഈ മുന്തിരി എന്ന് പറയുന്നത്. അപ്പം ഒരുപാട് നാൾ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല പന്തലൊക്കെ കെട്ടിക്കൊടുത്തെങ്കിലേ മതിയാവും. അപ്പോൾ ഞാൻ എൻ്റെ പാഷൻ ഫ്രൂട്ടിൻ്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ. അപ്പം കാട് കയറി ഒരു രക്ഷയില്ലാതെ വളർന്നു വന്ന് ഞങ്ങളത് വെട്ടിക്കളഞ്ഞു. ഇഷ്ടം പോലെ കായ ഉണ്ടായിരുന്നു. അത് ചാവാനായിട്ട് വന്ന മാതിരി തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അത്ര കായ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും വീട്ടിൻ്റെ ടെറസിലും, അപ്പം ടെറസിൻ്റെ മേളിൽ ഇച്ചിരി പണിയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ അതെല്ലാം കൂടെ അവിടെ പടർന്നു കയറി കിടന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ തന്നെയല്ല നല്ല പന്തലൊക്കെ കൊടുത്ത് ചെയ്യാമെന്നുണ്ടെങ്കിൽ മാത്രമേ ഈ പാഷൻ ഫ്രൂട്ടൊക്കെ നമ്മുടെ മുറ്റത്തൊക്കെ പടർത്താവും. വീട്ടിൻ്റെ മണ്ടയ്ക്കോട്ടൊക്കെ കയറ്റി കഴിഞ്ഞാൽ ഈ മഴയൊക്കെ പെയ്യുമ്പോൾ ഭയങ്കര ദുരിതമായിട്ട് മാറും. അതുപോലെ തന്നെ ഒന്ന് തന്നെയാണ് ഈ മുന്തിരി എന്ന് പറയുന്നത്. അപ്പം മുകളിലോട്ട് ടെറസിലോട്ട് കൊണ്ടുപോകാമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ പന്തൽ ഉയരത്തിൽ കെട്ടിയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പം മുറ്റത്താണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ പന്തലൊക്കെ കെട്ടിക്കൊടുക്കുക. ഇനി നല്ലതുപോലെ കയറൊക്കെ ഇതിനകത്ത് വലിച്ചുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ താന്ന് കിടന്നാലൊന്നും നമുക്കിതുവഴി നടന്നു പോകാനൊന്നും പറ്റത്തില്ല. അപ്പം ഞാനിവിടെ 1.5 മീറ്റർ പയർ നട്ടിരുന്ന വള്ളിയാണ് ഇരിക്കുന്നത്. പയറിൻ്റെ വള്ളിയാണ് ഈ കറുത്തൊക്കെ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ അതെല്ലാം അടർത്തി മാറ്റി കളയണം. ഇടയ്ക്കൊക്കെ 1.5 മീറ്റർ പയർ പിടിക്കുന്നുണ്ട്. മഴയൊക്കെ ആയതുകൊണ്ട് അത് പെട്ടെന്ന് അങ്ങ് പോയി. എല്ലാ മാസവും ഇതിനകത്ത് വളമിട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് രാസവളവും കൂടെ പൊട്ടാഷോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. യാതൊരു കുഴപ്പവുമില്ല. നല്ല തഴപ്പോടുകൂടി ഇത് വളർന്നു വരും. പിന്നെ മുന്തിരിക്ക് നമ്മുടെ മീൻ കഴുകുന്ന വെള്ളം, അത് മീനിൻ്റെ തലയും വേസ്റ്റും ഒന്നും കൊണ്ടിട്ട് കൊടുക്കണ്ട. കാരണം പട്ടിയുടെയൊക്കെ ശല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാന്തി നശിപ്പിച്ച് കളയും. അതിൻ്റെ വെള്ളം, അതുപോലെ ഇറച്ചി കഴുകുന്ന വെള്ളം, ചിക്കൻ കഴുകുന്ന വെള്ളം ഒക്കെ കൊണ്ടൊഴിച്ച് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ മുന്തിരിക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. വളരെ തഴപ്പോടുകൂടി നല്ല രീതിയിൽ വളർന്നു വരികയും ചെയ്യും. പിന്നെ മാസം തോറും അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴേ നിങ്ങൾ അതിനകത്ത് വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, അല്ലെങ്കിൽ നമ്മുടെ ജൈവ സ്ലറി ഇതൊക്കെ ഒഴിച്ചു കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നല്ല തഴപ്പോടുകൂടി വളർന്നു വരുന്നതായിരിക്കും. ആ സമയങ്ങളിൽ മുന്തിരി പ്രൂൺ ചെയ്ത് കൊടുത്താൽ നല്ല രീതിയിൽ വളർന്നു വരികയും ആരോഗ്യത്തോടെ വളർന്നു വരികയും കായകളൊക്കെ ഉണ്ടാകുകയൊക്കെ ചെയ്യും എന്നാണ് പലരും ഇങ്ങനെ പറഞ്ഞു കേട്ടുള്ളത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ മറ്റുള്ളവരുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അറിവുകൾ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാതിരിക്കുക, അത് മറ്റുള്ളവരുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മുടെ അറിവുകൾ വികസിക്കുകയുള്ളൂ അല്ലേ. അപ്പോൾ എല്ലാവരും ഇത് മുന്തിരിയെങ്കിലും ഇപ്പോൾ എല്ലാ വീട്ടിലും ഫ്രൂട്ട്സൊക്കെ നട്ടുപിടിപ്പിക്കണമെന്നറിയാം. എല്ലാ വീട്ടിലും ഇപ്പം ഫ്രൂട്ട്സ് ഇല്ലാത്ത ഒരു വീടും ഇല്ല. അപ്പോൾ എല്ലാവരും ഇപ്പം ഫ്രൂട്ട്സിലോട്ടൊക്കെയാണ് തിരിയുന്നത്. കാരണം ഇപ്പം നമുക്കറിയാം കടകളിൽ നിന്നൊക്കെ കിട്ടുന്നതായ ഫ്രൂട്ട്സിനകത്തൊക്കെ എന്തുമാത്രം വിഷമൊക്കെ അടിച്ചിട്ടായി വരുന്നതെന്നുള്ളത്. അപ്പോൾ സ്വന്തമായിട്ട് എന്നാലും എത്ര പറഞ്ഞാലും നമ്മൾ വാങ്ങിച്ചേ പറ്റത്തുള്ളൂ. എല്ലാം ഒന്നും നമ്മുടെ വീട്ടിലൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം തീർച്ചയായിട്ടും നമുക്കാവുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അല്ല, ഈ മഴക്കാലമൊക്കെ ആകുമ്പോഴാണ്ട് ഇങ്ങനെയുള്ള ആട്ടുംപുഴുക്കളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ പച്ചക്കറിക്കകത്തുണ്ടെങ്കിലും ഫ്രൂട്ട്സിനകത്തൊക്കെ ഇങ്ങനെ കയറി വരും. പോകുന്ന പോക്ക് കൊണ്ട് ഭയങ്കര സ്പീഡിന് പോവുകയാണേ. എന്തൊക്കെയോ കടിച്ചു പറിച്ച് കഴിക്കാനായിട്ട് പോവുക. അപ്പം ഇപ്പം കയ്യോടെ നമ്മൾ അതിനെ അങ്ങ് കൊന്നു കളയണം. നമ്മുടെ ദേഹത്തൊക്കെ തട്ടിയാൽ ഭയങ്കര പ്രശ്നമുള്ളൊരു പുഴുവാണ് ഇത്. ഭയങ്കര ചൊറിയാണ് ആട്ടുംപുഴു എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ഈ പുഴുക്കുത്തായിട്ട് നിൽക്കുന്ന ഇലകളൊക്കെ നമ്മൾ കട്ട് ചെയ്തങ്ങ് മാറ്റിയാൽ അത് നല്ലതായിരിക്കും. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ ഇതിൻ്റെ ഇലയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. കാരണം ഈ പുഴുക്കളുടെ ശല്യമൊക്കെ പെട്ടെന്നാണ് ഈ മഴ സമയത്തൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ എന്താ വേണം നമ്മൾ കൈയോടെ അതിനെയൊക്കെ നശിപ്പിച്ച് കളയാനായിട്ട് ശ്രമിക്കുക. അതുപോലെ മഞ്ഞളിച്ച് നിൽക്കുന്ന ഇലകൾ, പുഴുക്കുത്തുള്ളതായ ഇലകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വിടുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവും ഈ മുന്തിരിക്ക് ഉണ്ടാകത്തില്ല. അങ്ങനെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വിട്ടാൽ അത് നല്ലതാണ് ഈ മുന്തിരിക്ക്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മുന്തിരി കൃഷി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഈ മുന്തിരി കൃഷിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പറഞ്ഞു തന്നാൽ അപ്പോൾ അതെല്ലാവരുമായിട്ട് നമുക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും അത് പ്രയോജനപ്പെടും. ഇപ്പോൾ ഒരു മുന്തിരിയെങ്കിലും എവിടെയെങ്കിലും കിട്ടുമെന്നുണ്ടെങ്കിൽ നഴ്സറി പോയി കിട്ടുമെന്നുണ്ടെങ്കിൽ നമ്മുടെ മുറ്റത്തൊക്കെ ഒന്ന് നട്ടുപിടിപ്പിച്ചാൽ നല്ലതാണ് അല്ലേ. അപ്പോൾ അതും നമുക്കൊന്ന് കാണാനായിട്ട് സാധിക്കും. അത് കാ പിടിക്കുകയാണെങ്കിൽ നമുക്ക് കഴിക്കാനും സാധിക്കും. അതുപോലെ തന്നെ ഈ മഴക്കാലവും ലോക്ക്ഡൗണും കോവിഡും ഒക്കെ ആണല്ലോ. അപ്പം നിങ്ങൾക്ക് വിത്തുകളോ ഗ്രോ ബാഗുകളോ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്ത് ഓർഡർ ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ വിത്തുകളും ഗ്രോ ബാഗും ഒക്കെ നിങ്ങൾക്ക് വീട്ടുപടിക്കൽ തന്നെ എത്തുന്നതായിരിക്കും. ഇപ്പം നമ്മൾ അങ്ങോട്ട് ഇടുന്നു, ഉടനെ തീരുന്നു. അപ്പോൾ അത് നമ്മളൊന്നും പറയാൻ പറ്റത്തില്ല. നിങ്ങൾ വല്ലപ്പോഴും ഒക്കെ നിങ്ങൾ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അന്നേരം അപ്ഡേറ്റ് ചെയ്യുന്ന ഓരോ വിത്തുകളെക്കുറിച്ച് അറിയാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾ ആവശ്യമുള്ള വിത്തുകളൊക്കെ നിങ്ങൾ ഓർഡർ ചെയ്യുക. അപ്പം ഈ ഓണക്കാലത്തേക്ക് വേണ്ടിയിട്ടുള്ള കൃഷികളൊക്കെ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് വാങ്ങി അതേപോലെ തന്നെ കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മടിക്കരുത് കേട്ടോ. അതുപോലെ ഫേസ്ബുക്ക് പേജായ മിനീസ് ലൈഫ് സ്റ്റൈലും കൂടെ ഒന്ന് ലൈക്ക് ചെയ്ത് വിട്ടാൽ അവിടെയും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ യഥാസമയം കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.